വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് റാഗി സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഫ്രോസൺ ആയിട്ടുള്ള ബനാന എന്ന് പറയുന്നത് നമ്മളെ നേന്ത്രപ്പഴം അങ്ങനത്തെ ഒന്നും എടുക്കരുത്. റോബസ്റ്റ പോലെയുള്ള പഴങ്ങൾ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അത് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തി നല്ല തിക്കായിട്ട് കിട്ടും. വേണമെങ്കിൽ അതിലുപയോഗിക്കുന്ന പാലും നമുക്ക് ഫ്രീസ് ചെയ്യാം, നല്ല തിക്ക് ടെക്സ്ചർ കിട്ടും. പിന്നെ അതിൽ ഇടേണ്ട നട്ട്സ് ആഡ് ചെയ്യണം. പിന്നെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഡേറ്റ്സ്, നട്ട്സ് ഒരു പിടി, ഡേറ്റ്സ് ഒരു 9 എണ്ണമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 9 എണ്ണം എന്ന് പറയുമ്പോൾ ഒരാൾക്കുള്ളതല്ല, 3 പേർക്കുള്ള സ്മൂത്തിയാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്നു, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ റാഗി അതുപോലെ ഒരു 30 ഗ്രാമൊക്കെയാണ് ഒരാൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 90 ഗ്രാംസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജസ്റ്റ് കലക്കാം. എന്നിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ ഈ കലക്കിയ റാഗി അതിനകത്തിട്ട് കുറുക്കിയെടുക്കാം. നല്ല ക്വാണ്ടിറ്റി കിട്ടും. ഈ കാണുന്ന അത്രയും ഉണ്ട് കേട്ടോ. അത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തതിനകത്തേക്ക് ആഡ് ചെയ്യാം. പിന്നെ പാലാണ് ചേർക്കേണ്ടത്. പാലിന് വരെ ഞാനിന്ന് രാവിലെ ഉറവൊഴിച്ച് വെച്ചിട്ടുള്ള തൈരിന് വേണ്ടി ഉറവൊഴിച്ച ഇതാണ് ചേർക്കുന്നത്. എന്ന് വെച്ചാൽ ഉറവൊഴിച്ചു അപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. ശരിക്കും പാലിനേക്കാളും കുറച്ചും കൂടെ ആ ഒരു ഫെർമെൻ്റ് ആയിട്ടുള്ള ഒരു കേട് ആയിട്ടുള്ളൊരു ഇതിലോട്ട് കിട്ടുകയാണെങ്കിലാണ് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ പിന്നെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചിയ സീഡ്സ് ആണ്. അത് ലാസ്റ്റ് സോക്ക് ചെയ്തത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. എല്ലാം കൂടെ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. ഞങ്ങളിതിപ്പോൾ 3 ഡിവൈഡ് ചെയ്തിട്ടാണ് കഴിച്ചത്. നമ്മുടെ ആവശ്യം പോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിക്കുക. അത് സ്മൂത്തിക്കകത്തെന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്, പിന്നെ നട്ട്സ്, പിന്നെ സീഡ്സ്, മിൽക്ക്, ഡയറി പ്രൊഡക്ട്സ് അങ്ങനെയുള്ളവയാണ് വേണ്ടത്.